ഇംഗ്ലീഷ് പഠനം ഒരിക്കലും ഒരു ബാലികേറാ മലയല്ല. അത് പരിശ്രമിക്കുന്നവർക്ക് അനായാസേന കീഴടക്കാവുന്നതേ ഉള്ളൂ. ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എനിക്ക് നൽകാൻ പറ്റുന്ന ആദ്യത്തെ ഒരു ഉപദേശം എന്നത് ലിസൺ ചെയ്യുക എന്നുള്ളതാണ്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞ് ആദ്യം തന്നെ അതിൻ്റെ മാതൃഭാഷ സംസാരിച്ച് തുടങ്ങുന്നില്ല. ഏകദേശം ഒരു വർഷത്തോളം അതിൻ്റെ മാതാപിതാക്കളുടെയും ചുറ്റുമുള്ള ആളുകളുടെയും ഭാഷ നന്നായി ഒബ്സേർവ് ചെയ്യുകയും അത് കേൾക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് പഠനത്തിന് ആദ്യം വേണ്ടത് ലിസണിംഗ് ആണ്, കേൾവിയാണ്. ഇംഗ്ലീഷ് റിലേറ്റഡ് ആയിട്ടുള്ള കാർട്ടൂൺസ് ആകാം, വീഡിയോസ് ആകാം, ന്യൂസ് ആകാം, എന്ത് വേണേലും ഇംഗ്ലീഷ് റിലേറ്റഡ് ആയിട്ടുള്ളത് കാണാൻ ശ്രമിക്കുക. കേൾക്കുക, കേൾക്കുന്നത് ഇമിറ്റേറ്റ് ചെയ്യുക. ഒരു കണ്ണാടിയുടെ മുൻപിൽ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ മുൻപിൽ കളിയാക്കുകയില്ല എന്ന് ഉറപ്പുള്ള വ്യക്തികളുടെ മുൻപിൽ അത് അത് ഇമിറ്റേറ്റ് ചെയ്യുക. ഇംഗ്ലീഷിൽ ചൊല്ലുണ്ടെന്ന് കേട്ടിട്ടുണ്ടല്ലോ, പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ്. പ്രാക്ടീസ് ചെയ്യുക. BBC എന്നുള്ള ഇംഗ്ലീഷ് ന്യൂസ് ചാനൽ കാണുക, കേൾക്കുക, കേട്ടത് ഇമിറ്റേറ്റ് ചെയ്യുക, അത് പ്രാക്ടീസ് ചെയ്യുക. മലയാളത്തിൽ ചിന്തിച്ച് ഇംഗ്ലീഷിലോട്ട് ആക്കുന്നതിന് പകരം ഇംഗ്ലീഷിൽ തന്നെ ചിന്തിക്കാവുന്നതാണ്. ഇംഗ്ലീഷ് നന്നായി പഠിക്കുന്നതോടൊപ്പം തന്നെ പ്രൊനൗൺസിയേഷനും പഠിക്കുക. ഇംഗ്ലീഷിൽ 4 സ്കിൽസ് ആണുള്ളത്: ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ് ആൻഡ് റൈറ്റിംഗ്. എൻ്റെ അഭിപ്രായത്തിൽ ഇംഗ്ലീഷ് ഭാഷ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഷ പഠിക്കേണ്ടതായി ലിസണിങ് ആണ് ആദ്യമായി വരേണ്ടത്. ആ ഭാഷ നന്നായി ശ്രവിക്കുക. നേറ്റീവ് സ്പീക്കേഴ്സ് തന്നെ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് കേൾക്കുക. ഇംഗ്ലീഷ് നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാം എന്നുണ്ടെങ്കിൽ പോലും നേറ്റീവ് സ്പീക്കേഴ്സ് ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് അത് കേട്ട് തന്നെ പഠിക്കണം. അവരുപയോഗിക്കുന്ന ഇഡിയംസ് അല്ലെങ്കിൽ ഭാഷാ ശൈലികൾ അതെല്ലാം തന്നെ നമുക്കും പഠിക്കാവുന്നതാണ്. നമ്മിൽ ഒത്തിരി ആളുകൾക്ക് ഇംഗ്ലീഷ് അറിയാമെങ്കിലും അത് പ്രായോഗികമാക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് തോന്നാറുണ്ട്, കോൺഫിഡൻസ് ഇല്ലായ്മ തോന്നാറുണ്ട്. അതിനെയൊക്കെ നമുക്ക് മറികടക്കേണ്ടതായിട്ടുണ്ട്. മറ്റുള്ളവർ എൻ്റെ ഇംഗ്ലീഷ് കേട്ടാൽ കളിയാക്കുമോ, എൻ്റെ ഇംഗ്ലീഷ് തെറ്റിപ്പോകുമോ എന്നുള്ള ഭയം, അതെല്ലാം മാറ്റിവെക്കുക. ഇംഗ്ലീഷ് പഠന ജേർണിയിൽ ദൈവാശ്രയവും പരിശ്രമവും കോൺഫിഡൻസും അത്യാവശ്യമാണ്. ഇതെല്ലാം എൻ്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങളാണ്. ഒത്തിരി കാര്യങ്ങൾ പഠിക്കുകയും കേൾക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ ഇംഗ്ലീഷ് പഠനത്തിനായി ഒരല്പനേരം മാറ്റിവെക്കാൻ ശ്രമിക്കുക. അതിന് വേർഡ് ആൻഡ് വിസ്ഡം ചാനൽ നിങ്ങളെ തീർച്ചയായിട്ടും സഹായിക്കുന്നതാണ്.